സന്താപനാശാകരായ നമ അന്ധകാരാന്തകേരാനം അങ്ങനെ ഒരു രാമായണത്തിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം എന്ന് പറഞ്ഞാൽ ശ്രീരാമസ്വാമി, രാവണൻ എത്രയോ പവറുള്ള കഴിവുള്ള ശ്രീരാമസ്വാമി, അവതാര പുരുഷനായ ശ്രീരാമസ്വാമിക്ക് പോലും രാവണനെ വധിക്കാൻ സാധിച്ചില്ല. രാവണൻ ശിവഭക്തനായിരുന്നല്ലോ. അപ്പോൾ അഗസ്ത്യമുനി വന്ന് പറഞ്ഞു, ഈ നാമം പറഞ്ഞു കൊടുക്കണത് സന്താപനാശാകരായ നമ. അത് ആ നാമം 3 പ്രാവശ്യം സൂര്യൻ നോക്കി തൊഴുതാൽ സന്താപം എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുഃഖം എന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് വളരെ പവർഫുള്ളാണ്. അതുപോലെ തുളസി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുളസിക്ക് നെയ് ദീപം കത്തിക്കുക നന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രത്യേക ദിവസമുണ്ട്, തുളസി കല്യാണം നടത്താമെന്ന് പറയും. തുളസി കല്യാണം നടത്തുന്നത് ആ തുളസിക്ക് ഇതുപോലെ നമ്മൾ കൃഷ്ണനെ കൊണ്ടുവച്ച് അതിന് അഭിഷേകമൊക്കെ ചെയ്ത്, സാധാരണ എന്തൊക്കെ നമ്മൾ ഒരു പൂജ ചെയ്യുമോ അതുപോലെ ചെയ്ത്, നിവേദ്യങ്ങളും പാൽപ്പായസവും ഒക്കെ നേദിച്ച്, തുളസിക്ക് പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച്, മുല്ലപ്പൂമാല സമർപ്പിച്ച്, കുങ്കുമം പൊട്ടൊക്കെ തൊടിയിച്ച് നമ്മൾ തുളസി കല്യാണം നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വിവാഹപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കലഹങ്ങൾ ഇതെല്ലാം മാറും. അതിന് പ്രത്യേക ദിവസമാണ് തുളസി കല്യാണം.